ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയില്ലേ, ഒരു പുലി സാധനം കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഒരു പുലിക്കുട്ടിയാണെന്നൊക്കെ പറയാറില്ലേ എപ്പോഴും. ശരിക്ക് ഇതൊരു പുലിക്കുട്ടി കേട്ടാ. നിങ്ങൾക്കിതെല്ലാം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, കാരണം ഇത് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ സാധനമൊന്നുമല്ല, അതൊക്കെ വർഷങ്ങളായിട്ടുള്ളതാണ്. എനിക്കൊന്ന് 2020 സമയത്തൊക്കെ ഉണ്ടെന്നുണ്ട് ഈ സാധനം. എനിവേസ്, ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട്, ഇതിലത്തെ ഒരെണ്ണം കുറേ മുന്നേ കഴിച്ചിരിക്കണം. പക്ഷെ എനിക്ക് റമ്മാണ് സംഭവം. എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങനെ ഓർമ്മയില്ല കേട്ടോ. എനിക്ക് കറക്റ്റ് പറയണമെങ്കിൽ ഇതാണെന്ന് ഉദ്ദേശിച്ചിട്ട് കഴിച്ചിട്ടുള്ളതല്ല. പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞത് ഈ സാധനം ചേട്ടൻ കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിലെ സ്പൈസ്ഡ് റമ്മ ഇത് ഞാൻ കഴിച്ചിട്ടില്ല. ഈ സാധനം കുറച്ച് ആൾക്കാർ എന്നോട് കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതായത് സാധാരണ ഇതൊക്കെ കഴിക്കുമ്പോൾ, സ്പൈസ്ഡ് ഇത് കഴിക്കുമ്പോൾ കൂടുതലും സിനമണിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ വരിക. പക്ഷേ ഇതങ്ങനെ അല്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്, പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല ഈ സാധനം. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇന്ന് നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. നിങ്ങൾ കഴിച്ചിട്ടുള്ള ആൾക്കാർ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് പറയണം. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരെണ്ണം ഒന്ന് കഴിക്കാൻ പ്ലാനുള്ളൂ. നോക്കി നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്ന്. ഇത് പറയണത് തൃശ്ശൂർ ഉണ്ടാക്കിയിട്ട് പാലക്കാടാണ് ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് എനിക്കറിയില്ല എത്രത്തോളം അത് കറക്റ്റാണെന്ന്. പക്ഷേ എന്തായാലും നമുക്ക് അതൊന്നും ഒരു വിഷയമുള്ളതല്ലോ. പിന്നെ വേറൊരു ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതിൽ കുറച്ച് പൈസ WTF ഇല്ലേ, വേൾഡ് വൈൽഡ് ടൈഗർ ഫൗണ്ടേഷനിലേക്ക് ഇതിൻ്റെ കുറച്ച് പോകുന്നു. അപ്പോൾ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ എൻജോയ്മെൻറ്റ് കുടിക്കുമ്പോൾ കുറച്ച് കാര്യം, നല്ല കാര്യത്തിന് മുമ്പ് നമുക്കൊരു ഹാപ്പി അല്ലേ. എന്തായാലും ഞാൻ ഈ സാധനം ഒന്ന് തുറന്ന് മണത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മണം എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പർ മണം. വാവ്, മണം അടിപൊളിയായിട്ടുണ്ട്. ഒരു റമ്മിൻ്റെ മണമാണെന്ന് ഒരിക്കലും പറയില്ല. ഞാനൊന്ന് ആലോചിച്ചു, ഒരു സ്വല്പം നമുക്ക് പാലറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. റമ്മായതുകൊണ്ട് എനിക്ക് സ്വല്പം പേടിയുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ. പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. കുടിക്കാനായിട്ട് മുന്നേ ഉണ്ടല്ലോ, വായിൽ വെച്ചപ്പോൾ തന്നെ മണം സൂപ്പർ മണം എന്ന് പറഞ്ഞാൽ സൂപ്പർ മണമേ, ഒന്നും പറയാനില്ല. അടിപൊളി മണം. സ്വല്പം ഞാൻ കുടിച്ചോട്ടെ. നല്ല സ്മൂത്താണ് സാധനം. സംഭവം ശരിയാ, സാധാരണ സ്പൈസിൻ്റെ ടേസ്റ്റ് അല്ല, സിനമണിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ വായ ഫുള്ളുണ്ടല്ലോ. നമ്മളുടെ സ്പൈസസിൻ്റെ ടേസ്റ്റ് ഇഷ്ടം പോലെയുണ്ട്. സ്പൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവൊന്നും അല്ല അത്. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ജിഞ്ചറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നല്ല സ്മൂത്തുമാണ്, നല്ല രസമുണ്ട് കഴിക്കാൻ. ഇതുണ്ടല്ലോ, ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ഡ്രങ്ക് ഡ്രൈവിംഗ് ഈസ് പണിഷബിൾ. നമ്മുടെ നാട്ടിൽ ഇതെല്ലാ സംഭവങ്ങളും എഴുതിയിട്ടുണ്ട്. അതിന് പുറമെ ഇതിൽ എത്ര പെർസെൻറ്റേജാണ് ആൽക്കഹോൾ എന്നാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കണം. 38% ആൽക്കഹോൾ. ഇതിൻ്റെ പാക്കിംഗ് കണ്ടാ, ഇതൊരു 5 വാങ്ങിച്ചുണ്ടല്ലോ, നമുക്കിതുകൊണ്ട് എന്തെങ്കിലും തയ്ച്ചിടാം. അത്ര രസമുണ്ട് ഈ സാധനം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നേ ഒരെണ്ണം ഓൺ ദ റോക്സ് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ പുലിപ്പെല്ലാം ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. 2 വാങ്ങിച്ചിട്ടുണ്ട്. 2 കൊണ്ട് ഒരു ലോക്കറ്റ് പണിതിട്ട് കഴുത്തിലിട്ടാലെന്ന് ഞാൻ ആലോചിക്കണം. പുലിപ്പല്ലിനല്ലേ പ്രശ്നം, പ്ലാസ്റ്റിക് പല്ലിന് കുഴപ്പമില്ലല്ലോ. ഇവിടെ കുറച്ച് ചിക്കൻ്റെ കുറച്ച് പരിപാടികൾ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു സ്വൽപ്പ് കൊടുക്കുക. എന്താ അല്ലേ ലൈഫ്. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഓരോന്നും ചെറുത് വയ്ക്കാം. പക്ഷേ
എല്ലാ ദിവസവും വൈകുന്നേരം ഇതുപോലെ ചെറുതടിക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് കൂടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ല. മനസ്സിലായോ? എനിക്കിട്ടാ, നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതാണോ അല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് ധാരാളം സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഞാനുണ്ടല്ലോ ഇത് ഇത്രയും കാലമായിട്ട് ഞാൻ നമ്മുടെ റോയൽ ഓക്കിലുള്ള ഇവിടെ ഓക്ലാൻഡിൽ റോയൽ ഓക്കിലുള്ള അജിത്തിൻ്റെ ഷോപ്പുണ്ട്. അവിടെ നിന്ന് തന്നതാണ് എനിക്കിത്. ഇത് ഞാൻ ആള് ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് തന്നതാണ്. കാരണം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ ചേട്ടാ ഇത്രയും കാലം ഇവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് ഈ സാധനം കഴിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. ചേട്ടൻ ഈ 2 കൊണ്ടുപോയിട്ട് ചേട്ടൻ എങ്ങനെയുണ്ടെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വീഡിയോ ചെയ്യ്, അല്ല ചേട്ടൻ നല്ല കേട്ടോ വിളിക്കുന്നത്, സിംസൺ എന്നാണ് വിളിക്കുക. ഞങ്ങൾ ഏകദേശം ഒരു പ്രായമാണ്. അപ്പോൾ ഒന്ന് സിംസൺ വീഡിയോ ചെയ്യ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നല്ല കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത് എന്തായാലും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ന്യൂസിലൻഡിലുള്ള ആൾക്കാരോട് ഞാൻ പ്രത്യേകം പറയണം, സാധനം റോയലോക്കി പോവുക. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, കട അവിടെ വേറൊരു എന്താണ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, ആ കടയല്ല ഇത്. അതിൻ്റെ ഇപ്പുറത്ത് റൗണ്ട് അബൌട്ടിൻ്റെ ചേർന്നിട്ട് അപ്പോൾ അവിടെ ഒരു കൈരളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ കൈരളി റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ റോയലോക്ക് റൗണ്ട് അബൌട്ടിലേക്ക് വരുമ്പോൾ ആ റൗണ്ട് അബൌട്ടിൽ ആ കൈരളി റെസ്റ്റോറൻറ്റ് ഇരിക്കണ ആ ഭാഗത്ത് തന്നെ റൗണ്ട് അബൌട്ടിൻ്റെ കോർണറിലുള്ള കടയാണ് ഇത്. പക്ഷേ ആ വഴി കൂടെ കയറാൻ പറ്റില്ല, അതിൻ്റെ ബാക്കിൽ കൂടെ വേണം കയറാൻ. കയറി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട്. മനസ്സിലായ? അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കും. എനിക്കിതേ നന്നായി ഇഷ്ടപ്പെട്ടു. നന്നായി ഇഷ്ടപ്പെട്ടു. സമ്മറാണ് ഇവിടെ ഇപ്പം, അതുകൊണ്ട് ചെറിയ ഓരോ ഈച്ചകൾ പറക്കണുണ്ടാ. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈച്ച അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പറക്കുക. സമ്മർ വന്നു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൽ ഈച്ച വരും. പക്ഷേ സമ്മർ അങ്ങോട്ട് തീർന്നുണ്ടല്ലോ, സ്വിച്ച് ഓഫാക്കിയ പോലെ ഈച്ചകൾ സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ്, പിന്നെ ഒരു ഈച്ചനും കാണില്ല. അപ്പോൾ ഒരു സ്വല്പം ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഒന്ന് എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ഇതിൽ വെള്ളം വേണ്ട കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ വെള്ളം ഒഴിച്ച് കഴിക്കുന്ന ആളല്ല, എനിക്കങ്ങനെ വെള്ളം ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഇത് ഞാൻ ഒഴിക്കുന്നില്ല, കാരണം ഇത് വെള്ളം ഒഴിക്കണ്ട. ഇത് നല്ല സ്മൂത്താട്ടോ, അടിപൊളിയായിട്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അടിക്കാൻ പറ്റിയ സാധനം. നല്ല മൂടോ അതെ. അപ്പം ഉണ്ടല്ലോ ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനും ന്യൂ ഇയറായിട്ട് ഉഷാറായിരുന്നു. പിന്നെ ഈ വർഷത്തിൽ കുറേ സംഭവങ്ങൾ നമുക്ക് അടിക്കാനുള്ളത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം നമുക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇവിടെ ഇല്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറച്ചടിച്ച കൂടുതലടിച്ചു കഴിഞ്ഞാൽ നല്ലത് ഇപ്പം ഞാൻ പറഞ്ഞാലും വരില്ല. അപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ ഇത് ഇങ്ങനെ ഒരു പെരളനായിട്ട് വെച്ചിരിക്കണം. ഈ ചിക്കൻ്റെ കൂടെ ഇത് അടിക്കാൻ അടിപൊളി സാധനം കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കൊതിയുണ്ടാ? പേര് കഴിക്കാത്തവർ കഴിച്ചു നോക്കിക്കോ, നല്ല സാധനം. സ്പൈസ് വാങ്ങിച്ചഴിക്കും. മറ്റേ സാധനത്തിൽ എനിക്ക് അടുത്ത പ്രാവശ്യം ഞാനിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഇത് കഴിച്ചിട്ടുള്ളവർ ഇതിൻ്റെ അടിയിലൊരു കമൻറ്റ് ചെയ്യണേ ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ഓൾഡ് മങ്ക് ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ അതിൻ്റെ വീഡിയോ വരും. കുറേ ആൾക്കാരെ എനിക്ക് കമൻറ്റ് ചെയ്യണം, ഓൾഡ് മങ്ക് ചേട്ടാ, ഓൾഡ് മങ്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കഴിക്കണമെന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനല്ലോ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സമയമൊന്നും ആയിട്ടില്ല, ഒരു 8:30. അപ്പം ഞാൻ ചെറുതായിട്ട് ഞാനിത് ഒരെണ്ണം കൂടി ഒഴിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം കൂടി ഒഴിച്ചിട്ട് അടിച്ച് രാത്രി ഒന്നിരിക്കട്ടെ. ഇതങ്ങനെ 38% ഉള്ളത് കൊണ്ട്
അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല, എന്നാൽ നല്ല മൂടാണ്. അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ. ബൈ ബൈ.